ഫിനാൻഷ്യൽ നോക്കിയേ ഒരേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് വീട്ടിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല, ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം കിട്ടിയിട്ടില്ല, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയിട്ടില്ല. ഇതിനൊക്കെ പാരന്റ്സ് കാരണം പറയണത് എന്താണെന്നറിയോ? അച്ഛന്റെ പൈസ ഇല്ല, അല്ലെങ്കിൽ വാപ്പാടെ പൈസ ഇല്ല, അല്ലെങ്കിൽ ഞാൻ മരം കുലുക്കിയിട്ടൊന്നുമല്ല കാശ് കിട്ടണേ. ഈ കാശേ നല്ലോണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയേക്കണതാണ്. നിനക്ക് വെറുതെ നശിപ്പിച്ച് കളയാനുള്ളതല്ല. അങ്ങനെയൊക്കെയാണ്. കാശില്ല കാശില്ല എന്ന് കേട്ട് കേട്ട് വളർന്നൊരു കുട്ടി പൈസയോട് എപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പൈസയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവൻ പൈസ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അവന് കയ്യിൽ കാശുണ്ടെങ്കിൽ അവൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? പൈസ എന്ന് പറയുന്നത് അനാവശ്യമായി ചെലവാക്കാനുള്ളതല്ല, സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് എന്നുള്ളൊരു തോന്നൽ അവനുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പൈസയാണ് എന്നുള്ളൊരു തോന്നൽ അവനുണ്ടാവും. അപ്പോൾ ഈ തോന്നലൊക്കെ മാറ്റി ഈ ഇന്നർ ചൈൽഡിനെ ലിബറേറ്റ് ചെയ്തിട്ട് പൈസ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെ ആസ്വദിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ടാപ്പ് ചെയ്താൽ, ഈ യൂണിവേഴ്സൽ അബണ്ടൻസിലേക്ക് ടാപ്പ് ചെയ്താൽ പണം എന്ന് പറയുന്നത് നമ്മളിലേക്ക് എത്ര വേണമെങ്കിലും കിട്ടാവുന്നതാണ് എന്നൊരു അവബോധം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ the inner child will be liberated.